ഹായ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ബദ്രിമോൻ്റെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ ബോയ് ആണിത്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗാണ് ഇന്നുള്ളത്. അപ്പോൾ ചേട്ടനും അപ്പവും വരാൻ ഇന്ന് ലേറ്റ് ആവുമെന്ന് പറഞ്ഞേക്കുകയാണ്. ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് വെളിയിൽ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നത് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് മുമ്പേ ഞങ്ങൾ ബദ്രിമോന് സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. ചെറിയൊരു ട്രഷർ ഹണ്ടാണ് സർപ്രൈസായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ ഈ വീട്ടിൽ പല പല സ്ഥലങ്ങളിലായിട്ട് പല പല സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിൽ അതിൻ്റെ ഒരു ക്ലൂ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം എന്തൊക്കെയാണെന്ന്. ഇത് ബദ്രിമോൻ അറിയത്തില്ലായിരുന്നു. ബദ്രിമോൻ ഇന്നലെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെന്ന്. അങ്ങനെ ഞാനും ചേട്ടൻ കൂടി ഇന്നലെ വൈകിട്ട് പോയി ഡ്രസ്സ് എടുത്തോണ്ട് വന്ന് കൊടുത്തിട്ട് ഇതാ മോൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വന്നു. അപ്പം വളരെ ഹാപ്പി ആയിരുന്നു. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് മോൻ അറിയാമായിരുന്നോ? ട്രഷർ ഹണ്ട് എന്താണെന്ന് അറിയാമോ? ട്രഷർ കണ്ടുപിടിക്കണം. അപ്പൊ അമ്മയുടെ കയ്യിൽ ക്ലൂസ് ഉണ്ട്. ഈ ക്ലൂ വായിച്ചിട്ട് ചുമ്മാ സ്റ്റാർട്ടിങ് തൊട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്തിനാ ഈ പേപ്പർ കൈ പിടിച്ചേക്കുന്നത്? ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചേക്കുക. ഞാൻ ഫസ്റ്റ് ക്ലൂ ഞാനിപ്പം ബദ്രിഡേ കൊടുക്കും. ഇത് വായിച്ചിട്ട് ഈ ക്ലൂ അനുസരിച്ച് അവൻ അത് ഓരോന്ന് കണ്ടുപിടിക്കണം. അതാണ് ട്രഷർ ഹണ്ട്. എല്ലാവർക്കും അറിയാലോ എന്തുവാണെന്ന്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർ സ്കൂളിൽ പോയ സമയത്താണ് ഞാൻ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചത്. ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു. ഇഷയും വൈകിട്ട് അറിഞ്ഞത്. അവർക്കൊന്നും അറിയത്തില്ല. ഞാനും ചേട്ടൻ കൂടെ എല്ലാം വളരെ രഹസ്യമായി ഒപ്പിച്ച് വെച്ചതാണ് ഇതെല്ലാം. അപ്പം ഞാൻ ഫസ്റ്റ് ക്ലൂ ഞാൻ ബദ്രിഡേ കൊടുക്കുവാണ്. ഇനി വായിച്ചോ മോൻ. I am your first clue. Let's begin the fun. Look where the shoes rest after you are done. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഞാനിനി ക്യാമറയുടെ പിറകെ വരാം, അതായിരിക്കും നല്ലത്. എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നേ ഷൂ റെസ്റ്റ് ചെയ്യുന്ന ഞാൻ അത് തീർത്ത് കഴിയുമ്പോ നമ്മൾ വെളിയിലല്ലേ ഷൂ വെക്കുന്നത്, വെളി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല. നോക്കട്ടെ, നോക്ക്, സെർച്ച് ചെയ്യും. എൻ്റെ അടുത്തൊന്നും ചോദിക്കലും. ട്രഷർ ഹണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഫാസ്റ്റ് ചെയ്തോ? അത് ക്ലൂ അല്ലേ? അതിനകത്ത് അടുത്ത ഗിഫ്റ്റ് ഉണ്ടോ നോക്ക്. ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടി. മറ്റേ ക്ലൂ മോൾ സൂക്ഷിച്ചു വെച്ചോ. ഇനി ആ ഗിഫ്റ്റ് അവിടെ വെച്ചേക്ക്. ലാസ്റ്റ് പൊട്ടിച്ച് നോക്കാം. ഇനി നെക്സ്റ്റ് ക്ലൂ എന്തുവാന്ന് വായിക്ക്. This clue hides where you learn and write books inside your bag, zipped up light. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ബാഗിന്റെ അകത്ത്. ചെല്ല്. എവിടാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബാഗ് ഇവിടെ ഇരിക്കും. മുഖത്തൊരു എക്സൈറ്റ്മെന്റും ഇല്ലല്ലോടാ. അടുത്ത ക്ലൂ അതിൽ തന്നെ ഉണ്ട്, നോക്കിക്കോ. ഏതെങ്കിലും ഒരു ഇത് കാണും. കിട്ടിയോ? പറയട്ടെ. This next clue rest warm and deep. Look where you go when you sleep. എന്തുവാ? Next ഞാൻ look when you go സ്ലീപ്പിൽ ഉറങ്ങുന്ന സ്ഥലത്ത്. അടുത്ത ക്ലൂ. This clue is waiting. Do not be late. Search the place where we cook and plate. എന്തുവാ? Kitchen. പോട്ടെ കിച്ചണിലോട്ട് പോട്ടെ. ലൈറ്റ് ഇട്ട് തരാം. മാറിക്കേ മോളെ. അവിടെ You are close to the treasure. Do not lose your cheer. Check the place where you see yourself clear. Mirror alle clear. Mirror. Ayyo. Time to search. Do not be slow. Check the place where you go. വെജിറ്റബിൾ എവിടെ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ഹെൽപ്പ് ചെയ്ത് തന്നെയാണ്. അച്ഛൻ വന്നിട്ടുണ്ട്.
കിച്ചണല്ലേ. അച്ഛൻ ഹെൽപ്പ് ചെയ്യുന്നു. ചേട്ടൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഫ്രിഡ്ജ് എന്തിയാ അതായിരിക്കുന്നു. അയ്യോ തണുത്ത്. ക്ലൂ കിട്ടിയോ അവിടെ? You are doing great. Keep going strong. Find the clue where cartoons play long. ഈ ക്ലൂ എനിക്ക് ഒട്ടും മനസ്സിലായില്ല. കുറച്ച് അങ്ങോട്ട് നീങ്ങിയെന്ന് എനിക്ക് ക്യാമറ കിട്ടും. ഒരു സെക്കൻഡ് മനസ്സിലാക്കി എനിക്ക് മനസ്സിലായത്. അവനറിയാം. Search around. Do not make a fuss. Check things that takes you to us. നോക്കിയിട്ട് ഇവിടെ സെർച്ച് അച്ഛൻ അവിടെ കൈ അടിച്ചെടുക്കുന്നു. അല്ലല്ല, അത് ക്ലൂ നല്ലോണം വായിച്ചാൽ മനസ്സിലാവും. ഓ Let's keep going. You are on track. Check behind the pillow at the back. ഇത് പിടിച്ചോ. ഇതല്ല. ഇത് മാത്രമേ ഉള്ളൂ. എത്ര പില്ലോ ഉണ്ടാവും? അതായിരിക്കുന്നു. Your final clue is hiding tight. Look behind the door on the right. ഏതായിരിക്കും? ആ ഡോർ ഉണ്ട്, അവിടുത്തെ ഡോർ ഉണ്ട്. എഴുതിയേക്കുന്ന എന്തോന്നൂടെ വായിക്കേ. ബിഹൈൻഡ് ദ എന്റെ ബാക്കിലത്തെ ഡോർ. Finally, clue is hiding tight. Look behind the door on the right. Behind the door on the right. ഇതാ ഇവിടെയും ക്ലൂ ഉണ്ട്. You are hunting well. You are doing fine. Look where we keep fruits in a line. Fruits in a line. എല്ലാം കിട്ടിയോ? മനസ്സിലായോ? ഫ്രൂട്ട് ബാസ്ക്കറ്റ് നോക്കാം. ഏതെന്നാ? ഫ്രൂട്ട് ബാസ്ക്കറ്റ്. Congratulations, you finally won the game. Happy birthday, Badri. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഗിഫ്റ്റ് തരും. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ് ഒറ്റ ഗിഫ്റ്റ് കിട്ടും. ഞാൻ നേരത്തെ വിചാരിച്ചാൽ ഇച്ചിരി ദിവസമുള്ള നാളെ എൻ്റെ ബർത്ത്ഡേ, ഒന്നും ഗിഫ്റ്റ് മേടിച്ചിട്ടില്ല. എന്നുവെച്ചാൽ കിട്ടത്തില്ല. ഞാൻ ഹോട്ടലിൽ പോയി അത്ര മതിയെന്ന് ഇത്രയും ഗിഫ്റ്റ് കിട്ടിയെന്ന് തോന്നിയത് പോലെ ഇല്ല. ദീദിയുടെ ഗിഫ്റ്റ് എടുത്തോണ്ട് പോവാ അലമാരിയില്. എന്തോ നടക്കുന്നത്. എത്ര ഗിഫ്റ്റ് ഉണ്ടെന്ന് എണ്ണിയോ? ഇല്ല. പ്രഷർ കണ്ടിന്റെ ഇടയ്ക്ക് ഏകദേശം എത്ര കാണും? 11. എൻ്റെ ഏജ് 11. ഏജ് ആയതുകൊണ്ട് 11. ഗസ് ശരിയാ, 11. ഇപ്പൊ എന്താണ്ട് 12 ഇതാ വരുന്നത് ദീദിയുടെ ഗിഫ്റ്റ്. Happy birthday to Badri. Thank you. തുറന്നോക്കേ. അപ്പൊ ഇതിട്ടുകൊണ്ടാണ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇപ്പൊ ഇട്ടേക്കുന്ന ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യണം. ഇവിടുന്ന് കട്ട് ചെയ്യണോ ഹോട്ടലിൽ പോയി കട്ട് ചെയ്യണം? ഹോട്ടൽ. അപ്പൊ മാമനും കൂടെ വന്നിട്ട് നമുക്ക് പുറത്തു പോവാം. ഓക്കെ, നമുക്ക് റെഡി ആവാൻ. ഞങ്ങൾ റെഡി ആയി. ബദ്രിക്ക് ഡ്രസ്സിലാണ്. ഇവിടെ ഈ നോർത്തിലൊക്കെ ബർത്ത്ഡേ ദിവസമോ അതല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചിട്ട് ആദ്യമായിട്ട് വീട്ടിലോട്ട് വരുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനായിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോഴോ ഒക്കെ ഇതുപോലെ ആരതി ഒഴുകുകയും അവരെ ബ്ലെസ് ചെയ്യുകയും ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. അത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനും ചെയ്തു തുടങ്ങിയത്. അതിൻ്റെ കറക്റ്റായ രീതി അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. ഇതിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. അതിനകത്ത് അരിയും പഞ്ചസാരയും ഗോൾഡും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആരതി ഒഴിയുന്നത്. അപ്പം ഞാനും കുഞ്ഞിന് വേണ്ടിയിട്ട് ആരതി ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ അപ്പൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവനും കൂടെ വന്നിട്ട് വേണം വെളിയിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ അവിടെ വെച്ച് തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഹോട്ടലിൽ വെച്ചിട്ട് തന്നെ കേക്ക് കട്ട് ചെയ്യാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്തിന് ബദ്രിക്ക് ഒട്ടും ഒരു ക്ഷമയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊളിച്ച് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒന്നും വില കൂടിയ ഗിഫ്റ്റോ അങ്ങനൊന്നുമല്ല. എല്ലാം മോനെ ആഗ്രഹിച്ച് പലപ്പോഴായിട്ടും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. വളരെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണ്. അപ്പം ഇഷയ്ക്ക് നമ്മൾ കഴിഞ്ഞ വർഷം അവൾക്ക് 15 ഇയേഴ്സ് ആയപ്പോഴത്തേക്ക് നമ്മൾ 15 ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബദ്രിമോൻ പറയുന്നുണ്ടായിരുന്നു ഇഷയെടുത്ത്, ദീദിക്ക് ഞാൻ 15 ഇയേഴ്സ് ആയപ്പോൾ 15 ഗിഫ്റ്റ് ഞാൻ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ച് തരണേ, എനിക്ക് 11 ഇയേഴ്സ് അല്ലേ, 11 ഗിഫ്റ്റ് വേണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ അങ്ങനെ വില കൂടിയതെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോക്കി വലിയ ഗിഫ്റ്റുകളെന്നോ അങ്ങനെയൊന്നും നോക്കി പോയിട്ടില്ല. അവൻ പലപ്പോഴായിട്ട് നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ക്രയോൺസ് അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ട സാധനങ്ങൾ, ടോയ്സ്, അതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിൽ ഹാപ്പിയായിരുന്നു. അവൻ്റെ ദിവസമല്ലേ ഇന്ന്, അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഹാപ്പിയാണ്. അപ്പോൾ ഓരോന്ന് തുറക്കുമ്പോഴും അവൻ അത്രയ്ക്ക് സന്തോഷം അവന് കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മളും ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് കാത്തിരുന്നത്. അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ ഗിഫ്റ്റുകളും ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കുഞ്ഞ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ ഇന്നലെ വരെ വാശിയൊന്നും കാണിക്കില്ല. ഇന്നലെ വരെയും ദീദി എടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്കെന്താ ദീദി ഗിഫ്റ്റൊന്നും വാങ്ങുന്നില്ലേ എന്ന്. അപ്പോൾ ഞങ്ങളൊരു ജോഡി ഡ്രസ്സ് മേടിച്ച് ഇഷയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാനെന്നിട്ട് അവളടുത്ത് ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഈ സർപ്രൈസ് പൊളിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അതും അവളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇതെല്ലാം വാങ്ങി ഒളിപ്പിച്ച് വെച്ചു. ഇന്ന് സ്കൂളിൽ പോയ സമയത്ത് ഞാനിതെല്ലാം പാക്ക് ചെയ്തു. ഉള്ളതിൽ വില കൂടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ വാച്ചാണ്. അത് കുറേ വർഷങ്ങൾ കൊണ്ട് പറയുന്നുണ്ട്, 2 വർഷമായിട്ടേ നമ്മളോട് പറയുകയാണ്. കാരണം അതിൻ്റെ യൂസ് അവനിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വാങ്ങാനിരുന്നത്. പക്ഷേ ഇപ്പോൾ വാങ്ങിയെന്ന് വെച്ചാൽ ഇപ്പോൾ 2 പേർക്കും ഉപയോഗിക്കാം, ഇഷയ്ക്കും ബദ്രിക്കും ഒരുപോലെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. അതിലും അവൻ ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് കൊടുത്തതിൽ ഏറ്റവും വില കൂടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. വെരി 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 താങ്ക് യു. അപ്പോൾ താഴെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഫുഡാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് ഹോട്ടലിൽ വന്ന് കഴിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ എല്ലാം വീട്ടിൽ വിളിച്ച് കേക്ക് കട്ട് ചെയ്ത് അവർക്ക് ഫുഡൊക്കെ കൊടുക്കുക, ഇതൊക്കെയായിരുന്നു പ്ലാന്. ഈ ഫ്ലാറ്റിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഫ്രണ്ട്സൊന്നും അങ്ങനെ ആയിട്ടില്ല. തൊട്ടടുത്തുള്ള 1-2 ഫാമിലിയായിട്ട് മാത്രം കോൺടാക്റ്റ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്തവണ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം, അവിടെ വെച്ച് തന്നെ കേക്കും കട്ട് ചെയ്യാമെന്ന്. പുറത്ത് വെച്ച് ഹോട്ടലിൽ വെച്ച് തന്നെ കേക്ക് കട്ട് ചെയ്യാന്നുള്ളത് ബദ്രിമോൻ്റെ പ്ലാനായിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഹാപ്പി ബർത്ത്ഡേ ടു എന്നുള്ള മ്യൂസിക് അവരിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്തതാണ്, കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തേക്കുന്നത് മസാല പപ്പടായിരുന്നു. അത് ഇവിടുത്തുകാർ സ്ഥിരം ഉള്ളതാണ്. എന്തവർ കഴിക്കാൻ തുടങ്ങിയാലും അതിന് മുമ്പ് സൂപ്പും മസാല പപ്പടും ഓർഡർ ചെയ്യും. അടുത്തത് നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് സ്മോക്കി ചിക്കൻ റാനാണ്. ഞാൻ ആദ്യമായിട്ടാണ് സ്മോക്കി ചിക്കൻ റാൻ കഴിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ വേറൊരു എണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ സ്റ്റാർട്ടർ തന്നെയാണ്. അത് പക്ഷേ വേറെ ടേസ്റ്റാണ്, സ്മോക്കി ചിക്കനാണ്. പക്ഷേ സ്മോക്കി ചിക്കൻ റാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിന് ഈ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നല്ലതായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്റ്റാർട്ടർ കഴിക്കുമ്പോഴേ, ഏത് ഹോട്ടലിൽ ചെന്നാലും സ്റ്റാർട്ടർ കഴിച്ച് കഴിയുമ്പോഴേ എൻ്റെ വയറ് ഫുള്ളാകും. പിന്നെ ഒന്നും കഴിക്കാനുള്ള സ്ഥലം കാണത്തില്ല. കാരണം ചിക്കൻ എന്നൊക്കെ പറയുന്നത് ഹെവി ആണല്ലോ. വളരെ കുറച്ച് മാത്രമേ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ആഹാരം കുറച്ച് കഴിച്ച് ശീലിച്ചതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് സ്റ്റാർട്ടർ കഴിക്കുമ്പോൾ തന്നെ ഫുള്ളാണ് വയറ്. അപ്പോഴാണ് ഇവർക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിൽ കാഷ് പിസ്സയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും വളരെ ഹെവി ആയിരുന്നു കേട്ടോ. ഒരാവശ്യമില്ലാതെ ഓർഡർ ചെയ്തൊരു ഇതായിരുന്നു പിസ്സയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പിള്ളേരുടെ നിർബന്ധം കൊണ്ട് ഓർഡർ ചെയ്തതാണ്. പിന്നെ നാനാണ് ഓർഡർ ചെയ്തത്. പ്ലെയിൻ നാൻ എനിക്കും ചേട്ടനും, ബട്ടർ നാൻ ഇവർക്ക് 3 പേർക്കും ബട്ടർ നാനും ഓർഡർ ചെയ്തു. പിന്നെ നവാബി ഹണ്ടി, അതും ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഇത് വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരുന്നു. ചിക്കൻ ഹണ്ടി അങ്ങനെ പല രീതിയിലും കഴിച്ചിട്ടുണ്ടെങ്കിലും നവാബി ഹണ്ടി കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. വളരെ വ്യത്യസ്തമായ ടേസ്റ്റുകളായിരുന്നു. കാരണം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന ടേസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇതെല്ലാം. നല്ല സൂപ്പറായിരുന്നു. പിന്നെ പതിയെ കഴിച്ചു, കാരണം ഹെവി ആയിരുന്നു. ഈ പിസ്സ കഴിച്ചപ്പോഴത്തേക്ക് തന്നെ വയറ് ഫുള്ളായി. പിന്നെ ഞങ്ങൾക്ക് ആർക്കും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ പതിയെ ഇരുന്ന് കഴിച്ചു, കളയാൻ പറ്റത്തില്ലല്ലോ. എല്ലാം കഴിച്ച് തീർത്തിട്ട് ഞങ്ങൾ പതിയെ ഇറങ്ങുവാണ്. വേൾഡ് നൈസ് ബർത്ത്ഡേ 3 വാക്ക് കണ്ടില്ല. വേൾഡ് ബെസ്റ്റ് ബർത്ത്ഡേ എവർ.
അങ്ങനെ അടിപൊളി ഒരു ബർത്ത്ഡേ ഇവിടെ തീരുകയാണ്. വീട്ടിൽ വന്നതിന് ശേഷം ബദ്രിമോൻ്റെ ടോയ്സൊക്കെ വെച്ച് കളി തുടങ്ങി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.